എനിക്ക് നിജേഷ് നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് കടക്കുന്നു. എന്തിന് കല്യാശ്ശേരിയിൽ തൊട്ടുണ്ടായ പ്രതിഷേധം, കരിങ്കൊടി കാണിക്കുന്നു, ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കം ഇടപെടുന്നു, ഹെൽമറ്റ് കൊണ്ടടിക്കുന്നു, ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നു. ഈ പ്രതിഷേധങ്ങളെ, അടിച്ചമർത്തലുകളെ ഒരു തരിമ്പ് പോലും ന്യായീകരിക്കില്ല. പക്ഷേ ആ പ്രതിഷേധത്തിലേക്ക് എങ്ങനെ പോയി, എന്തിന് പോയി, എന്തിനായിരുന്നു ആ പ്രതിഷേധം, എന്തിനായിരുന്നു ആ കരിങ്കൊടി പ്രതിഷേധം? ഒരു കുറ്റവിചാരണ സദസ്സ് ഉണ്ട്, അതാണ് നവകേരള സദസ്സിന്റെ മറുപടി എന്നല്ലേ രാഷ്ട്രീയമായി പറഞ്ഞത്. പിന്നെ എന്തിനാണ് ബസ്സിന് കരിങ്കൊടി വീശാനും പ്രതിഷേധിക്കാനും നടന്നത്? അല്ല, ഞാൻ ഒരു ചോദിക്കട്ടെ. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ KSRTC-കാരന് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത സമയത്ത് 1.5 കോടി രൂപ ചെലവഴിച്ച് ഒരു ആഡംബര ബസ്സിൽ കേരളത്തിന്റെ മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കില്ലേ? ആ പ്രതിഷേധം സമാധാനപരമായിരുന്നു. ഈ 30 ആളെയും കൂട്ടിയുള്ള യാത്ര, പിറകെ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പൈസയെടുത്ത് മന്ത്രിവാഹനങ്ങൾ അടക്കം 150 വണ്ടികൾ പോവുക, ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളെ കൂട്ടുക, നേരത്തെ അദ്ദേഹം പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുക, നിർബന്ധിത പണപ്പിരിവ് നടത്തുക, സ്കൂളുകളുടെ മതില് പൊളിക്കുക, സ്കൂൾ ബസ് ഉപയോഗിക്കുക, കുട്ടികളെ പുറത്തിറക്കുക, ടാറ്റ കൊടുപ്പിക്കുക, ഇതൊക്കെ പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? അതിനോടുള്ള പ്രതിഷേധം പ്രതീകാത്മക പ്രതിഷേധമാണ് കരിങ്കൊടി പ്രകടനം. അതിനോട് അസഹിഷ്ണുത കാണിച്ചു. ആദ്യം പോലീസ് തല്ലിയിട്ടില്ല, പോലീസ് പിടിച്ചു മാറ്റിയതാണ്. കേരളത്തിൽ എത്ര പ്രതിഷേധ സമരങ്ങൾ നടന്നു. എന്നാൽ തല്ലു തുടങ്ങിയത് ഡിവൈഎഫ്ഐക്കാരാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടിയാണ്, മുഖ്യമന്ത്രിയുടെ പ്രോത്സാഹനത്തോടു കൂടിയാണ്. ആ ജീവൻ രക്ഷാ സേന എന്ന ഒരു പദം വന്നില്ലായിരുന്നുവെങ്കിൽ എത്ര സമാധാനപരമായി ഒരേ സമയത്ത് നവകേരള സദസ്സും കുറ്റവിചാരണ സദസ്സും നടന്നു പോകുമായിരുന്നു. എന്നാൽ ഇതിനെ കലുഷിതമാക്കാൻ വേണ്ടി എന്നോടാരും എതിർക്കാൻ പാടില്ല, എന്നെ ആരും കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന ഒരു നിലപാട്, അസഹിഷ്ണുതയുടെ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത സമയത്താണ്. അദ്ദേഹം കോൺഗ്രസുകാരോട് മാത്രമല്ല മാധ്യമങ്ങളോട് എടുത്തിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, അങ്ങനെ എത്ര പേരോട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ ഈ യാത്രയെ തന്നെ ഡൈവേർട്ട് ചെയ്തത്. കണ്ണൂർ കഴിഞ്ഞു, കോഴിക്കോട് പടനിലത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അസീസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഹെൽമറ്റ് കൊണ്ട് തല്ലി, മലപ്പുറത്ത് തല്ലി, വയനാട് പനമരത്ത് തല്ലി, തൃശൂരിൽ തല്ലി, പാലക്കാട് തല്ലി, എറണാകുളത്ത് തല്ലിയപ്പോഴാണ് ആദ്യമായി ഞങ്ങൾ പ്രതിരോധത്തിന്റെ ഭാഷയെടുത്തത്. ആലപ്പുഴയിൽ തല്ലിയപ്പോഴാണ് അവസാനം ഗത്യന്തരമില്ലാതെ ഞങ്ങൾ പ്രതിരോധിച്ചത്. കൊല്ലത്താണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗതികെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്തേണ്ടി വന്നത്. ആ സമയമാകുമ്പോഴേക്കും പോലീസുകാർ തല്ലാൻ തുടങ്ങി, പ്രത്യേക ആയുധവുമായി ഗൺമാൻമാർ അടുത്ത വണ്ടിയിൽ വന്ന് തല്ലാൻ തുടങ്ങി. കേരളത്തിന് മനസാക്ഷി, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഗൺമാൻ അനിലിന്റെയും സന്ദീപിന്റെയും വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെ കലുഷിതമാക്കിയതിന്റെ ഉത്തരവാദിത്വം കേരളത്തിൽ അത്രക്കേറെ പ്രശ്നങ്ങളാണ്. ഇന്നൊരു MLA നിർത്തിപ്പോയി. കാരണം എന്താ? ക്രിസ്മസ് ചന്തയിൽ ചന്ത മാത്രമേ ഉള്ളൂ, സാധനങ്ങളില്ല. മാവേലി സ്റ്റോറിൽ സാധനമില്ല, പെൻഷനില്ല, എന്തൊരു ട്രഷറിയിൽ പണമില്ല, പണം മാറ്റി കൊടുക്കുന്നില്ല, ശമ്പളം കിട്ടാനില്ല, ഈ ഒരു അവസ്ഥ, തൊഴിലില്ല. ഈ ഒരു അവസ്ഥയിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ലേ? ആ പ്രതിഷേധത്തിനെ ഈ രീതിയിൽ അടിച്ചമർത്തത് ശരിയാണോ? നിങ്ങൾ പറ, അടിച്ചമർത്തത് ശരിയാണോ? ഞങ്ങൾക്കൊരു വഴി തുറന്നു തന്നത്, പ്രതിഷേധത്തിന്റെ വഴി തുറന്നു തന്നത് ഈ മുഖ്യമന്ത്രിയുടെ സമീപനമാണ്. ഇന്നും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല. EMS മുതൽ ഇങ്ങോട്ടുള്ള എത്ര മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ജീവൻ രക്ഷാ സേനയാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കണ്ടേ? തൊട്ട് മുന്നിൽ അടി നടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് കളവ് പറയുന്ന, മാധ്യമങ്ങളോട് പ്രതികരിക്കാത്ത, ഒളിച്ചോടുന്ന പേടിത്തൊണ്ടനായ ഒരു മുഖ്യമന്ത്രി. ഒറ്റ കാര്യം, അതിനുശേഷം നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കണമെന്നില്ല. കുറ്റവിചാരണ സദസ്സ് എന്ന ഒരു രാഷ്ട്രീയമായിരിക്കും മറുപടി എന്നൊരു നിലപാട് ആ തുടക്കത്തിൽ എടുത്തതിൽ, അത് അങ്ങനെയല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണല്ലോ ഈ സമരത്തിലേക്ക് എല്ലാം മാറിയത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ കോൺഗ്രസിന്? കുറ്റവിചാരണ സദസ്സ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രോഗ്രാമാണ്. അത് 140 നിയോജകമണ്ഡലങ്ങളിലും ഡിസംബർ 30 മുമ്പ് പൂർത്തീകരിക്കും. അതിന്റെ ജോലികൾ നടക്കുന്നു. യുവജന സംഘടനകളാണ് പ്രതിഷേധവുമായി ദൈനംദിന വിഷയങ്ങളിൽ പ്രതികരിക്കാൻ മന്ത്രിമാരില്ലാത്ത സമയത്ത് പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്നത്. അതിലെ ഏറ്റവും ലളിതമായ, വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കിയ സമയത്ത്, കോടതി പറഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളെ ഇറക്കിയ സമയത്ത്, വെയിലത്ത് നിർത്തിയ സമയത്ത്, സ്കൂൾ ബസ് ഉപയോഗിച്ച സമയത്ത്, അങ്ങനെ നിരന്തരമായ വിവാദങ്ങളിലൂടെ ഇത് കടന്നുപോയ സമയത്ത് ഞങ്ങൾ യുവജന സംഘടനകൾ, ഞങ്ങൾക്ക് കുറ്റവിചാരണ സദസ്സുണ്ട്, ഇല്ല ഞങ്ങളിപ്പോ പ്രതിഷേധിക്കുന്നില്ല എന്നല്ല, അത് ജനാധിപത്യപരമായ പ്രതിഷേധമായിരുന്നു. പ്രതിഷേധിച്ചതിനെ തല്ലിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കടന്നത്, വിവാദങ്ങളിലേക്ക് കടന്നത്. ഒരു രാഷ്ട്രീയ യാത്ര ഇപ്പുറത്തും മറ്റൊരു രാഷ്ട്രീയ യാത്ര ഇപ്പുറത്തും മാത്രമല്ല, ആ കൂട്ടത്തിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്.
ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു